ഹലോ ഗൈസ്, നമുക്കപ്പോൾ ഓടിപ്പോയിട്ടൊരു പിടിയും കോഴി ഉണ്ടാക്കാവേ. പിടിയും കോഴിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കോട്ടയം ഭാഗത്തോട്ടൊക്കെയുള്ള ഒരു റെസിപ്പിയായിട്ടോ പിടിയും കോഴിയും. അപ്പം പണ്ടൊന്നും എനിക്കിത് ഉണ്ടാക്കാനായിട്ട് അറിയത്തൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഇത് ഇച്ചിരി കഷ്ടപ്പാടൊക്കെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പണ്ടിങ്ങനെ എല്ലാം വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ഇങ്ങനെ എല്ലാവരും കൂടി ഇന്നുകൊണ്ട് വരട്ടുമ്പോഴൊക്കെ ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര കഷ്ടപ്പാടുള്ള പണിയാണെന്നൊക്കെ വിചാരിച്ചു. നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഈ ഷാലറ്റും, അതായത് കുഞ്ഞുള്ളിയും ജീരകവും വെളുത്തുള്ളിയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക, ചതച്ചെടുക്കുക കേട്ടോ. ഇപ്പം നമുക്ക് വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ടേ. അപ്പം നമ്മൾ അതിന് മുമ്പ് നമ്മുടെ ഈ വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ അടുപ്പിച്ച് വെക്കണം കേട്ടോ. ഇത് പെട്ടെന്ന് ക്വിക്കായിട്ട് ചെയ്യുന്നൊരു പ്രോസസ്സല്ലേ. അപ്പോൾ നമുക്ക് സാധനങ്ങളെല്ലാം അടുപ്പിച്ച് വെക്കുക. ഇതാ വെളിച്ചെണ്ണ നമ്മൾ ആദ്യം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, വെള്ളത്തിലോട്ട് ആഡ് ചെയ്തു. ഇവിടെ ഭയങ്കര കാറ്റ്, അതുകൊണ്ട് ഇച്ചിരി ഡിസ്റ്റർബൻസ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ ഞാൻ എടുത്ത് വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം കൂടി ക്രഷ് ചെയ്തത് അതും കൂടി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് ഉപ്പിട്ട് കൊടുക്കണേ. ഉപ്പൊക്കെ നോക്കിയിട്ടിട്ട് കൊടുക്കുക. ഞാനൊരു കൈക്കണക്കിനാണ് എല്ലാം ചെയ്യുന്നത്, പക്ഷേ നമുക്ക് നോക്കാം അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് നന്നായിട്ട് തിളയ്ക്കണം ഈ സാധനമെല്ലാം ഇട്ടിട്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന തേങ്ങയില്ലേ, ആ തേങ്ങക്കൂട്ടൊരു കുറച്ച് തേങ്ങയും കൂടി ഇതിനകത്ത്. അത് വെച്ചാൽ ഈ കടിക്കുമ്പോഴത്തേക്കേ നമ്മൾ ഉണ്ടുരുട്ടി ഇങ്ങനെ കഴിക്കുമല്ലോ, അപ്പോൾ അത് കടിക്കാനായിട്ട് കിട്ടാനായിട്ടോ തേങ്ങ ഇടുന്നത്. പിന്നെ നമ്മുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത നമ്മുടെ എന്തായിരുന്നു ഇത്, അതിൻ്റെ പേരെന്നായിരുന്നു, കറിവേപ്പിലയും കൂടി ഇട്ടു. നന്നായിട്ടിടണേ. കറിവേപ്പിലയും കൂടി ഇട്ട് ഇത് തിളച്ച് വരുമ്പോൾ നല്ല മണം കേട്ടോ. നല്ല കറിവേപ്പിലയുടെയും ജീരകത്തിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇന്ന് തിളയ്ക്കട്ടെ, വെട്ടി തിളച്ചാലേ ഉള്ളൂ അതിൻ്റെ എല്ലാത്തിൻ്റെ ആ സത്തെല്ലാം അതിലോട്ട് ഇറങ്ങി നമുക്ക് ആ ടേസ്റ്റും കൂടി കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. പിന്നെ ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാൻ മറക്കല്ലേ കേട്ടോ. കാരണം ഉപ്പ് ഇപ്പം ഇട്ടില്ലെങ്കിൽ നമ്മൾ ഉണ്ട ഉരുട്ടുമ്പം പിന്നെ നമുക്ക് അതിലോട്ട് കറക്റ്റ് ഉപ്പ് കിട്ടില്ല. പിന്നെ ഒരു ഉപ്പ് പൊടിക്ക് മുകളിലോട്ടായി നിൽക്കുകയും വേണേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പൊടി ആഡ് ചെയ്ത ശേഷം നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ഇത് കുറച്ച് വെള്ളം വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് മാറ്റിയിട്ട് വരണം. കുറച്ച് വെള്ളം ഞാൻ മാറ്റി വേറൊരു പാത്രത്തിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് പിന്നീട് പറയാം കേട്ടോ. പിന്നെ എടുത്ത് വെച്ചേക്കുന്ന അരിപ്പൊടി ഞാൻ ഇതിലോട്ട് ഇട്ടിട്ട് കൊടുക്കുകയാണ്. അരിപ്പൊടി മൊത്തം ഇട്ട് കൊടുത്തു. നമ്മൾ ഹൈ ഫ്ലെയിം ഒന്ന് കുറച്ച് ചെറുതായിട്ട് കുറയ്ക്കണേ, കാരണം അല്ലെങ്കിൽ അത് വെന്ത് പോകും ഒരുപാട്. എന്നിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കുന്ന ഒരു വെള്ളം പറ്റിച്ചെടുക്കുന്ന ഒരു പാകത്തിലാക്കി എടുത്തുകൊണ്ട് വരണം. ഞാൻ ഇത് ശരിക്കും മിക്സൊന്നും ആയിട്ടില്ല, പക്ഷേ വെള്ളമൊക്കെ പറ്റി. ഇനി എന്നാ ചെയ്യണമെന്നറിയാമോ, ഇതൊരു 1 മിനിറ്റ് ഒന്ന് മൂടി വെക്കണേ. 1-2 മിനിറ്റ് മൂടി വെക്കണം. ഞാൻ ഒത്തിരി തീയിലല്ല ഇട്ടേക്കുന്നത്, ചെറിയ തീയിലാണ്. മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴയ്ക്കണം. അപ്പം കൈകൊണ്ട് കുഴച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതെല്ലാം കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഉണ്ട ഉരുട്ടാം കേട്ടോ. നമ്മൾ വെച്ചിരുന്ന സംഭവം വേറൊരു പാത്രത്തിലേക്ക് ആക്കി നമ്മുടെ അരി കുഴച്ചില്ലേ ഇത് പക്ഷേ ഭയങ്കര ചൂടാട്ടോ. പക്ഷേ ചൂടൊക്കെ കുറഞ്ഞ ശേഷം നന്നായിട്ട് ഇത് കൈകൊണ്ട് നന്നായിട്ട് നമ്മൾ കുഴച്ചെടുക്കണം. കുഴച്ചെടുത്ത് ഉണ്ടയാക്കിയ ശേഷം വേണം ചെറിയ ഉണ്ടകളാക്കാനായിട്ട്. ഇപ്പോൾ നമ്മളിത് കുഴച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ട ഉരുട്ടാവേ. നമ്മൾ ഉണ്ട ഉരുട്ടാൻ പോവാണ്. അപ്പോൾ ഉണ്ട ഉരുട്ടുമ്പോൾ കുറച്ചിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെയാണ് നമ്മൾ ഉണ്ട ഉരുട്ടുന്നത് കേട്ടോ. അപ്പോൾ ഒരറ്റത്ത് നിന്ന് നമുക്ക് ഉണ്ട ഉരുട്ടി തുടങ്ങാം. ഇങ്ങനത്തെ ബോള് നമുക്കുണ്ടാക്കണേ. കോഴിക്കോട്ടെ എന്നല്ല പറയുന്ന പിടിക്കുള്ള ചെറിയ ബോളൊക്കെ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് തീരാറായി. പെട്ടെന്ന് ക്വിക്കലി നമുക്ക് ഓടിപ്പോയിട്ട് പിടി ഉണ്ടാക്കാവേ. പിടി ഉണ്ടാക്കാനായിട്ട് പോകട്ടോ. പിടി ഉണ്ടാക്കാൻ നമ്മൾ മുമ്പേ കുറച്ചെടുത്ത് മാറ്റി വെച്ച നമ്മുടെ ഇതില്ലേ, വെള്ളയില്ലേ, തേങ്ങായും എന്തായിരുന്നു ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പിലൊക്കെ ഇട്ട് തിളപ്പിച്ച് വെള്ളം നമ്മൾ പിന്നെ വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് അത് നമ്മൾ ചൂടാക്കാൻ വെക്കുക കേട്ടോ.
അത് തിളക്കട്ടെ ഒന്നും കൂടിയേ. ആ സമയത്ത് ഇത് കുറച്ച് അരിപ്പൊടി, ഇച്ചിരി അരിപ്പൊടിയുള്ളൂ കേട്ടോ, അത് ഇച്ചിരി വെള്ളത്തിൽ കലക്കി എടുക്കണേ. അത് മിക്സ് ചെയ്തെടുക്കുക, നമുക്ക് ആവശ്യമുണ്ട്. ലാസ്റ്റ് ഇതിലോട്ട് ഒഴിക്കാൻ വേണ്ടി കേട്ടോ. എന്താ അരിപ്പൊടി ഉണ്ടോ, അരിപ്പൊടി എടുത്തു, നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ വെള്ളം തിളച്ചു. അപ്പം നന്നായിട്ട് വെട്ടി തിളച്ചിട്ട് വേണം അതിലോട്ട് നമുക്ക് ആ ബോൾസ് ഇട്ട് കൊടുക്കാനേ. ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇടുവാണേ. കറിവേപ്പിലയ്ക്ക് ഇവിടെ പുഞ്ഞം വിലയാണ്, എന്നാലും വേണ്ടില്ല, ടേസ്റ്റ് വേണം, എന്നാലും ഉള്ളു. കറിവേപ്പിലയുടെ ഫ്ലേവർ ഇറങ്ങി നിൽക്കണം. നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. ആ സമയം എന്താ നമ്മുടെ ചിക്കൻ എന്താ അവിടെ മൂടി വെച്ച് അത് ഉപ്പിടാൻ പറ്റില്ലല്ലോ, വെന്ത് വരട്ടെ. അപ്പോൾ ഉപ്പ് ഇച്ചിരി ഒന്ന് ശകലം മുന്നോട്ട് നിൽക്കത്തക്ക രീതി വേണം കേട്ടോ. അപ്പോൾ ഇച്ചിരിയും കൂടി നന്നായിട്ട് വെട്ടി തിളക്കട്ടെ കേട്ടോ. ഉപ്പ് ഞാൻ നോക്കി, അപ്പം കുഴപ്പമില്ല, ഒരു പൊടിക്കും കൂടി വേണം. ഇവിടെ വെള്ളം വെട്ടി തിളയ്ക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഇതാ ഞാൻ പറഞ്ഞില്ലേ, ആ പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് പൊടി ഇട്ട് മിക്സ് ചെയ്തു. അപ്പോൾ നമുക്കത് ഒട്ടിപ്പിടിക്കില്ല, അതേപടി അങ്ങോട്ട് തട്ടുക കണ്ടോ. അതേപടി തട്ടി കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള പൊടിയും കൂടി അങ്ങോട്ട് തട്ടിയിടുക. എന്നിട്ട് ഇതിപ്പം മിക്സ് ചെയ്യൽ ഈ വെള്ളത്തിൽ കിടന്ന് വെട്ടി തിളച്ച വെള്ളമല്ലേ, അതിൽ കിടന്ന് നന്നായിട്ട് കിടന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പം തീ കുറച്ച് കൊടുക്കാൻ മറക്കരുത്, കാരണം ഒത്തിരി ഹൈ ഫൈ ഇതിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഇതായി കിടക്കും, വെന്തകൂട്ട്. എന്നിട്ട് ചെറുതായിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം, കാരണം ഒട്ടാതിരിക്കാനാണേ. ഇനി ചെറു തീയിൽ അവിടെ കിടന്ന് വേവട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇതിവിടെ നമുക്ക് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. തിളച്ചിതാ നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് ഞാൻ പറഞ്ഞില്ലേ മുമ്പേ നമ്മൾ കലക്കി വെച്ചിരുന്ന നമ്മുടെ ഫ്ലോർ പൊടിയില്ലേ, അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണേ. കാരണം ഇത് കുറുകും, നമ്മൾ എത്രത്തോളം വെക്കുന്നോ അത്രത്തോളം ഇത് കുറുകി പോവും. അപ്പോൾ ഇച്ചിരി വെള്ളം നീട്ടി വെച്ചാലേ ഉള്ളൂ നമുക്കത് ഇച്ചിരിയെങ്കിലുമൊക്കെ ഒരു ഇതായിട്ട് വെള്ളത്തോടുകൂടി കഴിക്കാൻ പറ്റത്തുള്ളൂ. ഇതും നന്നായി തിളച്ച ശേഷം നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ലാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറുകി വന്നു. ഇനിയിപ്പോൾ അധികം നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ. ഒന്ന് ജസ്റ്റ് ഉപ്പ് നോക്കുക, ഉപ്പൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിക്കണേ. തേങ്ങാപ്പാൽ ഒഴിച്ച് ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണ് തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് കേട്ടോ. തേങ്ങാപ്പാൽ നന്നായിട്ട് വേണം. ഇതാ തേങ്ങാപ്പാൽ ഒഴിച്ചു. ഒരു സാധനം നമ്മൾ വേസ്റ്റ് ആക്കില്ല. ഞാൻ ഒരുപാട് സാധനങ്ങൾ കുക്ക് ചെയ്ത് പഠിച്ച് വേസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അത് ചെറുപ്പത്തിൽ കുക്കിംഗ് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ സ്വന്തമായി പരീക്ഷിച്ചാണ് എല്ലാ കുക്കിങ്ങും പഠിച്ചത്. അപ്പം എൻ്റെ വീട്ടിൽ ഞാൻ ഒറ്റ മോളായതുകൊണ്ട് എന്നെ അങ്ങനെ കുക്കിംഗ് ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ല. അപ്പം എനിക്ക് നല്ല എല്ലാ അമ്മ ഇങ്ങനെ ചെയ്തു തന്നുകൊണ്ട് ഞാൻ അങ്ങനെ കുക്കിങ്ങിനെ പറ്റി ഒന്നും അത് പഠിക്കേണ്ട എനിക്ക് ആവശ്യം വന്നിട്ടില്ല. പക്ഷേ നമ്മൾ വേറൊരു സ്ഥലത്ത് ചെന്ന് കഴിയുമ്പം നമുക്ക് നമ്മുടെ സാഹചര്യം തിരിച്ച് മാറിപ്പോവും. അപ്പോൾ നമുക്ക് എല്ലാം പഠിക്കേണ്ട, അതും കൂടി പഠിക്കണം. അങ്ങനെ ഞാൻ എല്ലാ കുക്കിങ്ങും പഠിച്ച് ഇപ്പോൾ എല്ലാം എനിക്ക് അത്യാവശ്യം കുക്കിങ് അറിയാം. പിന്നെ എല്ലാം ടേസ്റ്റ് ഉണ്ടോ എന്നൊന്നും അറിയില്ല, അത് കഴിച്ച് നോക്കുന്നത് ഡിപ്പെൻസ് ഓൺ സിറ്റുവേഷൻ കണക്കിരിക്കും. ഇപ്പം നമ്മുടെ പിടി റെഡിയാണ്. നോക്കിയേ, ഇങ്ങനെ ഇരിക്കണം. പക്ഷേ ഇത് കുറുകി കഴിയുമ്പോൾ കഴിക്കാൻ നേരത്ത് കാണിച്ചു തരാം കേട്ടോ.